ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ലാൻഡ് ടാക്സ് അടച്ചതിൻ്റെ റെസിപ്റ്റ് എങ്ങനെയാണ് ഓൺലൈൻ വഴി ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ്. നമ്മുടെ ലാൻഡ് ടാക്സ് എങ്ങനെയാണ് ഓൺലൈൻ വഴി പേയ്മെൻറ്റ് ചെയ്യുന്നത് എന്നുള്ള വീഡിയോ മുൻപ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു. അതിൽ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ആ റെസിപ്റ്റ് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് കാണിച്ചിരുന്നത്. എന്നാൽ പല ആളുകൾക്കും ഈ ഒരു റെസിപ്റ്റ് പിന്നീട് ഒരു ആവശ്യം വരുമ്പോൾ എങ്ങനെയാണ് ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത് എന്നുള്ളത് അറിയില്ല. അപ്പോൾ പല ആളുകളും ആ ഒരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ലാൻഡ് ടാക്സ് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞ് പിന്നീട് എങ്ങനെയാണ് ഈ ഒരു റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തുടർന്നുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനാബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ ഇതിനു വേണ്ടി ആദ്യമായിട്ട് നമ്മുടെ ബ്രൗസർ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ സെർച്ച് ബാറിൽ റവന്യൂ ഇ സർവീസസ് എന്ന് ടൈപ്പ് ചെയ്ത് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്കിതുപോലെ സെർച്ച് റിസൾട്ട് വന്നിട്ടുണ്ടായിരിക്കും. അതിലൊന്നാമത്തത് റവന്യൂ ഇ സർവീസസ് എന്നുള്ളത് കാണാം. അപ്പോൾ നമ്മൾ അതിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾക്ക് ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും നമ്മൾ വന്നിട്ടുണ്ടായിരിക്കാം. ഈ ഒരു പേജിൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ലിങ്കിൽ എൻ്റർ ചെയ്തുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു സൈറ്റിലേക്ക് എൻ്റർ ചെയ്യാവുന്നതാണ്. ശേഷം ഇവിടെ മുകൾ ഭാഗത്തായിട്ട് നമുക്ക് സിറ്റിസൺ രജിസ്ട്രേഷൻ, സിറ്റിസൺ ലോഗിൻ, ഒഫീഷ്യൽ ലോഗിൻ എന്നിങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ നമുക്ക് കാണാം. ആദ്യമായിട്ട് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഇവിടെ സിറ്റിസൺ രജിസ്ട്രേഷൻ എന്നുള്ള ഓപ്ഷനിലാണ് പോകേണ്ടത്. അപ്പോൾ നമ്മളുടെ റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞ് പേയ്മെൻറ്റ് ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് സിറ്റിസൺ ലോഗിൻ എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ പോവാം. അപ്പോൾ നമ്മൾ ആ ഒരു ഓപ്ഷനിൽ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുന്നതോടുകൂടെ ഇതുപോലൊരു ഇൻ്റർഫേസിലോട്ട് വന്നിട്ടുണ്ടായിരിക്കും സൈൻ ഇൻ എന്നുള്ളത്. ഇവിടെ നമ്മുടെ ലോഗിൻ ഐ ഡിയും പാസ്വേഡും നൽകിക്കൊണ്ട് നമുക്ക് ലോഗിൻ ചെയ്യേണ്ടതുണ്ട്. ഇവിടെ യൂസർ നെയിം ഓർ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ എന്നുള്ളത് കാണാം. ആ ഒരു ഭാഗത്ത് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്ന നമ്മുടെ മൊബൈൽ നമ്പർ അവിടെ നിന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം ഇവിടെ താഴെ പാസ്വേഡ് എന്നുള്ള ഭാഗത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത സമയത്ത് നൽകിയിട്ടുണ്ടായിരുന്ന ആ ഒരു പാസ്വേഡ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം താഴെയായിട്ട് ഒരു കോഡ് കൊടുത്തിട്ടുണ്ട്. അത് അതിന് നേരെയുള്ള കോളത്തിൽ അതുപോലെ കറക്റ്റായിട്ടൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള സൈൻ ഇൻ എന്നുള്ള ഈ ഒരു ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമുക്കിവിടെ വാർണിംഗ് വന്നിട്ടുണ്ട്, ഇൻവാലിഡ് യൂസർ നെയിം അല്ലെങ്കിൽ പാസ്വേഡ് എന്നുള്ളതാണ്. അപ്പോൾ മിക്ക ആളുകളും ഇതുപോലെ തന്നെ ആയിരിക്കും. നമ്മളത് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു പാസ്വേഡ് കൊടുത്തിട്ടുണ്ടായിരിക്കും, പക്ഷേ അത് പിന്നീട് മറന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ എന്തെങ്കിലും ഒരു പാസ്വേഡ് കൊടുത്തായിരിക്കും. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് റീസെറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇതിവിടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ നമ്മുടെ പാസ്വേഡ് റീസെറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെയുള്ള ഫോർഗോട്ട് പാസ്വേഡ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മൾ ഇതുപോലൊരു ഇൻ്റർഫേസിലോട്ട് വന്നിട്ടുണ്ടായിരിക്കും. ഇവിടെ യൂസർ നെയിം ഓർ മൊബൈൽ നമ്പർ എന്നുള്ള ഒരു ഭാഗത്ത് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു മൊബൈൽ നമ്പർ നമ്മൾ അവിടെ നിന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം താഴെയായിട്ടൊരു കോഡ് കൊടുത്തിട്ടുണ്ട്. അത് അതിന് താഴെയുള്ള കോളത്തിൽ അതുപോലെ കറക്റ്റായിട്ടൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം. ശേഷം താഴെയുള്ള ഗെറ്റ് OTP എന്നുള്ള ഈ ഒരു ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP SMS ആയി ലഭിച്ചിട്ടുണ്ടായിരിക്കും. ആ ഒരു OTP കോഡ് നമ്മളിവിടെ എൻ്റർ OTP എന്നുള്ള ഒരു ഭാഗത്ത് നമ്മളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം. ശേഷം ഇവിടെ താഴെയുള്ള വെരിഫൈ എന്നുള്ള ഈ ഒരു ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക, റീസെറ്റ് പാസ്വേഡ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് നമുക്കൊരു പുതിയ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. ഒരു പുതിയ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയും കണ്ടീഷൻസ് പാലിച്ചുകൊണ്ടായിരിക്കും നമ്മളൊരു പുതിയ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യേണ്ട കണ്ടീഷൻസ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പർ കേസ് ഉണ്ടായിരിക്കണം, ലോവർ കേസ് ഉണ്ടായിരിക്കണം, നമ്പേഴ്സ് ഉൾപ്പെടുത്തിയിരിക്കണം, അതുപോലെ ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ഉൾപ്പെടുത്തിയിരിക്കണം. മിനിമം 8 ക്യാരക്ടേഴ്സ് ഉണ്ടായിരിക്കണം. നമ്പർ കൊടുക്കുന്നത് തുടർച്ചയായ നമ്പേഴ്സ് കൊടുക്കാൻ പാടില്ല. 1, 2, 7, 6 പോലെ തുടർച്ചയായുള്ള നമ്പറുകൾ കൊടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഏറ്റവും അവസാനമായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്ന 5 പാസ്വേഡുമായിട്ട് സെയിം ആയിരിക്കാനും പാടില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്. ശേഷം ഇവിടെ ന്യൂ പാസ്വേഡ് എന്നുള്ള ഭാഗത്ത് ഇത്തരത്തിലുള്ളൊരു പാസ്വേഡ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ കൺഫേം പാസ്വേഡ് എന്നുള്ള ഭാഗത്ത് മുകളിൽ കൊടുത്ത പാസ്വേഡ് ഒരിക്കൽ കൂടെ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ പാസ്വേഡ് ഒരു എക്സാമ്പിൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത്തരത്തിൽ നോക്കിയിട്ട് ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ശേഷം അതിന് താഴെയുള്ള ആ ഒരു കോഡ് അതിന് താഴെയുള്ള ആ ഒരു കോളത്തിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ താഴെയുള്ള സബ്മിറ്റ് എന്നുള്ള ഈ ഒരു ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പാസ്വേഡ് അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി, ഗോ ടു സൈൻ ഇൻ. അപ്പോൾ അവിടെ സൈൻ ഇൻ എന്നുള്ള ഈ ഒരു ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ വീണ്ടും നമുക്ക് ആ ഒരു ലോഗിൻ ചെയ്യാനുള്ള പേജിലോട്ട് തന്നെ വരുന്നതായിരിക്കും. ഇവിടെ മൊബൈൽ നമ്പർ എന്നുള്ള ഭാഗത്ത് നമ്മുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ പാസ്വേഡ് എന്നുള്ള ഭാഗത്ത് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു പാസ്വേഡ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ ഒരു കോഡ് അതിന് വലതുവശത്തുള്ള ആ ഒരു കോളത്തിൽ കറക്റ്റായിട്ടൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള സൈൻ ഇൻ എന്നുള്ള ഈ ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതോടുകൂടി നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് നമുക്കൊരു OTP കോഡ് SMS ആയി വന്നിട്ടുണ്ടായിരിക്കും. ആ ഒരു OTP കോഡ് എൻ്റർ OTP ഹിയർ എന്നുള്ള ആ ഒരു ഭാഗത്ത് നമ്മളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക.
അതിനുശേഷം താഴെയുള്ള സൈൻ ഇൻ എന്നുള്ള ഈ ഒരു ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് ഇതുപോലെ ആയിരിക്കും അതിൻ്റെ ഒരു മെയിൻ ഇൻ്റർഫേസ് ഓപ്പണായി വന്നിട്ടുണ്ടായിരിക്കുക. ഇവിടെ പേയ്മെൻറ്റ് ഹിസ്റ്ററി എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് അതിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്കിതുപോലെ നമ്മൾ ആ ഒരു മൊബൈൽ നമ്പർ ലോഗിൻ ID ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നടത്തിയിട്ടുള്ള പേയ്മെൻറ്റുകൾ കംപ്ലീറ്റ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇവിടുന്ന് നമുക്ക് ഏത് ട്രാൻസാക്ഷൻ നടത്തിയതിൻ്റെ റെസിപ്റ്റ് ആണോ ആവശ്യമുള്ളത് അതിന് നേരെ വലതുവശത്ത് റെസിപ്റ്റ് എന്നുള്ള ആ ഒരു ബട്ടണിൽ നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു റെസിപ്റ്റ് ഇവിടെ ഓപ്പണായി വരുന്നതായിരിക്കും. അവിടുന്ന് നമുക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കാനും പ്രിൻറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കുന്നതാണ്. ലാൻഡ് ടാക്സ് റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഉപകാരപ്പെടുന്നതിന് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. കൂടാതെ നിങ്ങൾ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തുടർന്നുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനാബിൾ ചെയ്ത് വെക്കുക. ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.